നടി ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ചതിൽ അസാധാരണ നീക്കവുമായി കോടതി. കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. പ്രതിഭാഗം അഭിഭാഷകരോട് ഹാജരാകാൻ നിർദ്ദേശം നൽകി. ജാമ്യം നൽകിയതിന് പിന്നാലെ ഉണ്ടായ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണന്റെ നടപടി. വിവരങ്ങൾ ആന്റണി ജിസ് ജോർജ് നൽകും. ആന്റണി, ഇന്നലെയാണ് ജാമ്യം ലഭിച്ചിരുന്നത്. എന്നാൽ ജാമ്യം അനുവദിച്ചതിന് പിന്നാലെ അസ്വാഭാവിക സംഭവങ്ങൾക്ക് പിന്നാലെ ഇപ്പോൾ വീണ്ടും ഈ ഒരു പ്രതിഭാഗം അഭിഭാഷകരോടക്കം ഹാജരാകാൻ നിർദ്ദേശം നൽകിക്കൊണ്ടാണ് ഈ കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും നമുക്കറിയാം, ഇന്നലെയാണ് ഹൈക്കോടതി ബോബി ചെമ്മണ്ണൂരിന് നടി ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ ജാമ്യം അനുവദിക്കുന്നത്. 3:30 ആ ഉത്തരവ് ഹൈക്കോടതി പുറത്തിറക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ബോബി ചെമ്മണ്ണൂർ ഇന്നലെ ജയിലിൽ നിന്ന് മോചിതനായില്ല, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറായില്ല എന്നുള്ളതാണ് പുറത്തേക്ക് വരുന്നൊരു കാര്യം. അതായത് ഈ റിമാൻഡിൽ കഴിയുന്ന സഹതടവുകാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു താൻ. അതിന്റെ ഭാഗമായി താൻ ജയിലിൽ നിന്ന് ഇറങ്ങുന്നില്ല എന്നുള്ള ഒരു നിലപാടാണ് ഇന്നലെ സ്വീകരിച്ചത്. പക്ഷേ ഈ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകർ പറഞ്ഞിരുന്നത് ഈ ഉത്തരവ്, റിലീസിംഗ് ഓർഡർ ലഭിക്കാൻ വൈകി, അത് അവിടേക്ക് എത്തിച്ചപ്പോൾ വൈകിപ്പോയി, അതുകൊണ്ടാണ് ഇന്നലെ പുറത്തിറങ്ങാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. പക്ഷേ പുറത്തുള്ള പ്രചരണം കൃത്യമായി തന്നെ ഈ ബോബി ചെമ്മണ്ണൂരിന്റെ അനുയായികളിലെ അടക്കം വരുന്ന ഒരു കാര്യം, ഈ സഹതടവുകാർക്ക് താൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു, അവർക്ക് ഈ ജാമ്യ വ്യവസ്ഥകളിലെ ബോണ്ടുകൾ മറ്റും പാലിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കുറെ പേർ ഈ ജയിലിന് അകത്ത് റിമാൻഡിൽ കിടക്കുന്നുണ്ട്, അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് താൻ ഈ ജയിലിൽ തുടരുമെന്നുള്ള ഒരു പ്രചരണം ഉണ്ടായിരുന്നു. ഏതായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹൈക്കോടതി ഒരു അസാധാരണ നീക്കത്തിലേക്ക് പോകുന്നത്. സാധാരണഗതിയിൽ ഒരു ജാമ്യം നൽകിയാൽ അതിന്റെ എതിർകക്ഷികളാണ് ആ ജാമ്യം ചോദ്യം ചെയ്തൊക്കെ ഹൈക്കോടതിയെ സമീപിക്കുമ്പോഴാണ് കേസ് വീണ്ടും പരിഗണിക്കുക. പക്ഷേ ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത്, ഈ കേസ് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കാൻ പോകുകയാണ് എന്നുള്ളതാണ്. ഇന്നലെ ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചാണ് ഈ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ചത്. ഏതായാലും ഇന്ന് ആ ജാമ്യം അനുവദിച്ച ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണൻ തന്നെ ആ കേസ് സ്വമേധയാ പരിഗണിക്കുകയാണ്. ഈ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് കോടതി പോയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകനടക്കമുള്ളവരോട് ഹാജരാകാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്നത്. കേസ് ഇന്ന് തന്നെ പരിഗണിക്കും. എന്ത് തരത്തിലുള്ള നിലപാടായിരിക്കും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്നുള്ളതും ഏറെ നിർണായകമാണ്. ഇന്നലെ തന്നെ നമുക്കറിയാം, അതിരൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിന് ഈ കേസിൽ ജാമ്യം അനുവദിച്ചത്. ഈ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയിട്ടില്ല ബോബി ചെമ്മണ്ണൂർ എന്ന് പറയാനാവില്ല, കുറ്റം ചെയ്തിട്ടില്ലെന്ന് പറയാനാകില്ല. മാത്രമല്ല, ഈ നൃത്തം ചെയ്യുന്നതൊക്കെ ഇയാൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതി ചോദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അത്തരത്തിൽ വിമർശനങ്ങൾ അടക്കം പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ ജാമ്യം അനുവദിച്ചത്. അങ്ങനെ ജാമ്യം അനുവദിച്ച ഒരാൾ കോടതിക്ക്, അല്ലെങ്കിൽ ഇത്തരത്തിൽ കോടതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അതിനെതിരെ ഒരു പ്രതിഷേധം എന്ന നിലയിലൊക്കെ ജയിലിൽ തന്നെ തുടരുന്നു എന്നുള്ളത്, അത് ഹൈക്കോടതിയെ പരിഹസിക്കുന്ന ഒരു നിലയിലേക്ക് പോകുന്നു എന്നുള്ള ഒരു വിലയിരുത്തൽ പൊതുവെ നിയമവിദഗ്ധരുടെ ഭാഗത്തു നിന്ന് ഉണ്ട്. കോടതി ഉത്തരവിനെ കോടതി അടക്കം പരിഹസിക്കുന്നതാണ് ഇത്തരത്തിൽ ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തു നിന്നുള്ള നടപടി എന്നുള്ള ഒരു വിലയിരുത്തൽ നിയമവിദഗ്ധരടക്കം ചൂണ്ടിക്കാണിക്കുന്നു. ഏതായാലും ഹൈക്കോടതി ഇന്ന് എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നുള്ളതാണ് ഇനി നിർണായകമാവുക. ഒരുപക്ഷെ ജാമ്യം റദ്ദാക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് പോകുമോ, അതിനപ്പുറത്തേക്ക് മറ്റ് നടപടികളിലേക്ക് കൂടി കോടതി കടക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഏതായാലും ഇന്ന് ബോബി ചെമ്മണ്ണൂരിന്റെ കേസ്, ആ ജാമ്യം നൽകിയ ഹർജി, അതിന്ന് വീണ്ടും പരിഗണിക്കുന്നു. ഈ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ കോടതിയുടെ നിലപാട്, കോടതി എന്തൊക്കെ വിമർശനങ്ങൾ ഉയർത്തും, കോടതി എന്താണ് ഇന്ന് പറയാനിരിക്കുക എന്നുള്ളതാണ് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ബോബി ചെമ്മണ്ണൂർ ഇനിയും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതും ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. ഇപ്പോൾ സമയം ഏതാണ്ട് 10 മണി ആകുന്നു. രാവിലെ ഈ റിലീസിംഗ് ഓർഡർ ജയിലിലേക്ക് എത്തിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. അതിനു പുറമെ രാവിലെ തന്നെ ബോബി ചെമ്മണ്ണൂർ ഇറങ്ങിയേക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ, സൂചനകളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. പക്ഷേ ഇതുവരെയും എറണാകുളം ജില്ലാ ജയിലിൽ നിന്ന്, കാക്കനാടുള്ള എറണാകുളം ജില്ലാ ജയിലിൽ നിന്ന് ബോബി ചെമ്മണ്ണൂർ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല, മോചിതനായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമായൊരു ഒരു കാര്യമാണ്. അവിടെ ബോബി ചെമ്മണ്ണൂരിന്റെ അനുയായികളടക്കമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇതുവരെയും ബോബി ചെമ്മണ്ണൂർ പുറത്തേക്ക്, ജാമ്യം ലഭിച്ച ബോബി ചെമ്മണ്ണൂർ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഏതായാലും ഇനി ഹൈക്കോടതിയുടെ നിലപാട്, ഹൈക്കോടതി എന്താണ് ഇനി സ്വീകരിക്കാനിരിക്കുന്ന നടപടി എന്നുള്ളതും ഏറെ നിർണായകമാണ്.
നടി ഹണി റോസിന്റെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യം അനുവദിച്ചിൽ അസാധാരണ നീക്കവുമായി കോടതി. കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. പ്രതിഭാഗം അഭിഭാഷകരോടക്കം ഹാജരാകാൻ കോടതി നിർദ്ദേശം നൽകി. ജാമ്യം നൽകിയതിന് പിന്നാലെയുണ്ടായ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഈ നടപടികളെല്ലാം കാണേണ്ടതുണ്ട്. വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു ആന്റണി ജോർജ്.